ദേ നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും ലളിതമായിട്ടുള്ളൊരു ഓണാഘോഷ പരിപാടിയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും നേരത്തെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ പൂക്കളിട്ട് തുടങ്ങി. രമ്യയും രഞ്ജിത്തും ഉദയൻ ചേട്ടനും നിഷയും പിന്നെ നമ്മുടെ പിള്ളേരും അമ്മമാരും എല്ലാവരും ഇതിലുണ്ട്. പിന്നെ ഒരു വലിയ കുറവുണ്ട്, നമ്മുടെ മീനുട്ട. അവള് നല്ല തിരക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവൾക്ക് ബാംഗ്ലൂർ ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ അതുപോലെ അവൾക്ക് എക്സാം ആയിട്ടുണ്ട്. അപ്പോൾ പഠിക്കാൻ ഒത്തിരി ഉണ്ട്. അല്ലെങ്കിൽ അവൾ ഇവിടെ എത്തിയാന് സത്യം പറഞ്ഞാൽ ഇന്നലെ വിളിച്ച് വിഷമം പറഞ്ഞോളൂ, ഈ പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. അപ്പോൾ മീനുട്ട ഇത്തവണത്തെ ഓണം ബാംഗ്ലൂരാണ്. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിൽ ഓണം ആഘോഷിക്കുന്ന പോലെയൊന്നും എത്രയൊക്കെ ആയാലും പുറത്താവത്തില്ല. അതുകൊണ്ടാണ് പലരും ആ സമയമാകുമ്പോൾ നാട്ടിലേക്ക് വരുന്നത്. നമ്മുടെ നാട്ടിലൊരു പ്രത്യേകതയാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം നമ്മുടെ നാട്ടിലെ ഓണം എന്ന് പറയുന്നത് വേറൊരു വൈബാണ്. അപ്പോൾ ഓണപ്പൂക്കൾ ഏകദേശം ഫിനിഷിംഗ് പോയിന്റിലാണ്. നിഷ ഇംഗ്ലീഷ് ടീച്ചർ ആയതുകൊണ്ട് നിഷക്കൊരു വാശി, ഹാപ്പി ഓണം നിഷക്ക് തന്നെ എഴുതണമെന്ന്. എന്നായിക്കോട്ടെ ഞങ്ങളും വിചാരിച്ചു. പിന്നെ പാവം രമ്യ ഇടയ്ക്ക് സഹായിക്കുന്നുണ്ട്. അങ്ങനെ പൂക്കളം റെഡിയായി. കണ്ടോ, ഷോർട്സ് ആൻഡ് ഫ്രെയിംസ് സിനിമാസ് SFC. കശുവണ്ടിപ്പരിപ്പ് നെയ്യിൽ വറക്കുന്ന മണം വന്നപ്പോഴാണ് ഞാൻ അടുക്കളയിലേക്ക് കയറിയത്. നോക്കുമ്പോൾ അമ്മയും രമ്യയോട് പായസം ഉണ്ടാക്കുക. ദൈവത്തിന്റെ പണിയുണ്ടോ? കിച്ചു ഒറ്റക്കിരുന്ന് കളവിടുന്നു. പായസം വെന്തുന്നു. നല്ല മണം വരുന്നുണ്ട്. അടിപൊളി പായസം. ഇനി അടുത്ത പരിപാടി സദ്യ വിളമ്പാന്നുള്ളതാണ്. രമ്യ പതിയെ വിളമ്പി തുടങ്ങി. നമ്മുടെ കിച്ചുവിനെയും അൻഷികിനെയും അയ്യപ്പനെയൊക്കെ ഇരുത്തിയിട്ടുണ്ട്. കണ്ടോ, നല്ല വിഭവസമൃദ്ധമായ ഊണ. അമ്മമാരെ കഴിക്കാൻ വിളിച്ചിട്ടുണ്ട്. അവർ നല്ല സംസാരത്തിലാണ്. അറിയാലോ, ഈ അമ്മമാര് തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ സംസാരിച്ചവർക്ക് നേരം പോണോ അറിയത്തില്ല. വന്നിരുന്നു രണ്ടുപേരും. പിള്ളേരും അമ്മമാരും കഴിച്ചിട്ട് വേണം ഇത് ഞങ്ങൾക്ക് കഴിക്കാൻ. നല്ലൊരു പപ്പടം വരുന്നു. അവനത് പൊടിച്ചു കളഞ്ഞു. രഞ്ജിത്ത് വന്നു, ഉദയൻ ചേട്ടൻ വന്നു. ഒരു രസമുണ്ട്. അതായത് രഞ്ജിത്ത് ഇന്ന് നേരത്തെ വരാം, അവിയൽ രഞ്ജിത്ത് ഉണ്ടാക്കാന്ന് പറഞ്ഞതാ. അപ്പൊ രഞ്ജിത്ത് ഇത്തിരി വൈകിപ്പോയി. അമ്മ അവിയൽ ഉണ്ടാക്കി. രഞ്ജിത്ത് കഴിക്കത്തില്ല എന്ന് പറഞ്ഞതാ. പക്ഷെ ഏറ്റവും ആദ്യം രഞ്ജിത്താണ് അമ്മ അവിയൽ വിളമ്പിയത്. ഈ പാവം എന്നെ വീഡിയോ എടുക്കാൻ ആരുമില്ല. അങ്ങനെ ആ പണി ഞാൻ ഉണ്ണിക്കുട്ടനെ ഏൽപ്പിച്ചു. ഉണ്ണിക്കുട്ടൻ അത് ഭംഗിയായിട്ട് ചെയ്തുവെങ്കിലും രഞ്ജിത്തിനൊരു സംശയം, ഉണ്ണിക്കുട്ടൻ വീഡിയോ എടുക്കുന്നത് ശരിയാണോ എന്ന്. ആ നോട്ടം കണ്ടില്ലേ? ഉദയൻ ചേട്ടനത് 3ാമത്തെ തവണയാ. ആദ്യത്തെ 2 തവണ എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചില്ല. പക്ഷെ ഈ തവണ ഞാൻ നിർബന്ധിച്ച് വീഡിയോ എടുത്തു. അങ്ങനെ പറ്റത്തില്ലല്ലോ. നിശ്ചയം വന്നിരുന്നു. അങ്ങനെ എല്ലാവരും ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് സന്തോഷമുള്ള ദിവസമാണെന്ന് ഞങ്ങൾക്ക്. എല്ലാവരും ഒത്തുകൂടി പൂക്കളം ഇട്ടു, സദ്യ കഴിച്ചു. പിന്നെ അടുത്ത പരിപാടി രമ്യയുടെ തള്ളി മറിക്കൽ. കണ്ടോ, രമ്യയുടെ തള്ളി കേട്ട് അന്തം വിട്ട് കുന്തം പോലെ ഇരിക്കും എല്ലാവരും. ദേ ആ പാവ ഉദയൻ ചേട്ടൻ കസേര ചാഞ്ഞു പോയി. ഇനിയൊരു 3 പേരെ കാണാനുണ്ട്. നമ്മളെ പിള്ളേര് അയ്യപ്പനും അൻഷികവും കിച്ചു. അവരുതേ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് മൊബൈൽ കയ്യിലില്ലാത്ത ഒരു കൊച്ചുമക്കളെയും കാണാൻ പറ്റത്തില്ല. പക്ഷെ ഇത് കാണുമ്പോൾ ഒരു സന്തോഷം. ഒരു മൊബൈലൊക്കെ മാറ്റി വെച്ച് കളിക്കുന്നുണ്ടല്ലോ. ഷോർട്സ് ആൻഡ് ഫ്രെയിംസിൻ്റെ ഓണാഘോഷം കണ്ടെന്ന് വിചാരിക്കുന്നു. വലിയ സംഭവമൊന്നും ആയില്ല. കാരണം ഞങ്ങൾ എല്ലാവരും വന്നു, പൂക്കളം ഇട്ടു, ഞങ്ങളെല്ലാം ഒത്തുകൂടി ഹാപ്പിയായി ഫുഡ് കഴിച്ചു. എല്ലാവരും ഇപ്പോൾ വീട്ടിൽ പോകാൻ നിൽക്കുവാണ്. അപ്പോൾ എല്ലാവർക്കും
ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഒന്നുകൂടെ പറ, എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അത് തന്നെ, ആശംസകൾ. എല്ലാ മലയാളികൾക്കും ഷോർട്സ് ആൻഡ് ഫ്രെയിം സിനിമാസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.